കോഴിപ്പറമ്പിൽ അയ്യപ്പനും സാരഥിയും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടൂർ SNDP ശ്രീ അമ്മയകുമാരേശ്വര ഭഗവാന്റെ സന്നിധിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹവും മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയോട്ടം നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് അയ്യപ്പൻ്റെ 3 സാരഥിമാരും കൂടി അയ്യപ്പനെ കുളിപ്പിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അയ്യപ്പനൊരു സുന്ദരനാക്കാൻ വേണ്ടി കുറിയൊക്കെ തുറന്നു. എല്ലായിടത്തും നെറ്റിമലും ചെവിടുമ്മലും അയ്യപ്പന്റെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് സാരഥിമാർക്കുള്ള കുളിക്കാനുള്ള സമയത്തിനായിട്ട് അയ്യപ്പന് നമ്മളൊരു പട്ടയം ഇട്ട് കൊടുത്തിട്ട് കുളിക്കാനുള്ള ഇതിനായിട്ട് പോകുന്നു. അവന്റെ തീറ്റ കഴിഞ്ഞ് സെറ്റായപ്പോഴേക്കും ഞങ്ങളെ കുളിയും കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് ഞങ്ങൾ അയ്യപ്പന്റെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്പലത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. ആനയുടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഓണറായ ചേച്ചിനോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ നടക്കാനായിട്ട് തുടങ്ങി. ലോറിയൊന്നുമില്ല, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അത് കാരണം അയ്യപ്പനെ നമുക്ക് നടത്താൻ ഉള്ള ഒരു ഇതിലാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ നടന്ന് ഒരു 8:30 ആയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഒമ്പതരായപ്പോ ഞങ്ങള് അമ്പലത്തിലെത്തി. കുറച്ചു നേരം അയ്യപ്പനെ ഒരു വിശ്രമം കൊടുത്ത് അവിടുന്ന് അമ്പലത്തിലെ ശാന്തി ഗജപൂജ തുടങ്ങി. ആനകുളം നിർത്തി ഗജപൂജ തുടങ്ങി. അത് കഴിഞ്ഞ് ശാന്തി ആനയ്ക്ക് പശത്തോടുള്ള ശാന്തിയാണ് കൊടുത്തത്. അപ്പോൾ ശാന്തി പശത്തോടുള്ളയും കൊടുത്ത് ബാക്കി ഉള്ള ജനങ്ങളോട് കൂട്ട് നടത്താൻ പറഞ്ഞു. എല്ലാവരും വന്ന് കൂട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ പേര് പേടിച്ചിട്ട് ഉരുള താഴ്ത്തിട്ട് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റാണ്ട് ഞാനും കുട്ടനും കൂടിയിട്ട് പേടിച്ചിട്ട് അങ്ങനെ കൈ കൊടുത്തിട്ടുണ്ട്, വായിലും വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ചിലപ്പോൾ ഇത് എൻ്റെ അയ്യപ്പൻ്റെ 2ാമനാണ് കുട്ടൻ. 3ാമനായിട്ട് നമ്മുടെ ബാല്യമാണ്. എല്ലാരും കൊടുത്തുകൊണ്ടിരിക്കുന്നു. തീറ്റപ്രിയനായതുകൊണ്ട് അയ്യപ്പൻ എല്ലാം പിന്നെ മേടിച്ച് കഴിച്ചു. പിന്നെ SNDPയില് എല്ലാ കൊല്ലവും പോണ കാരണം അവിടുത്തെ എല്ലാവരും ആനയ്ക്ക് പരിചയമാണ്. നമ്മളൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാല്. ആന എല്ലാവരും കയ്യിൽ നിന്നും ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു. നടത്തപ്പെടുന്ന ഈ മഹൽ കർമ്മത്തിൽ സർവാത്മന പങ്കെടുത്ത് യജ്ഞഭഗവാന്റെ അനുഗ്രഹത്തിനും ശ്രീ അമ്മയകുമാരേശ്വര ഭഗവാന്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് ശ്രേഷ്ഠ ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന
ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളും വിഗ്രഹത്തിനായി ഭഗവാന്റെ ആ വിഗ്രഹ പ്രതിഷ്ഠാ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ നടത്തപ്പെടുന്ന മറ്റുള്ള കർമ്മങ്ങളിലും പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ ശ്രീ അമേയ കുമാരീശ്വര ഭഗവാനും യജ്ഞ ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിലേക്ക് വൈകിട്ട് പൂത്താലങ്ങളും മരിത്താലങ്ങളും ഏന്തി നാമജപാദികളോടുകൂടി കൊണ്ടുവന്ന യജ്ഞശാലയിൽ 8 ദിവസം ഭഗവാനെ ചെയ്ത് സർവനുഗ്രഹം നേടുവാനായി എല്ലാ ഭക്തജനങ്ങളെയും ഈ അമേയ കുമാരേശ്വര ഭഗവാന്റെ പാദത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. ഗജപൂജയും ആനോട്ടൊക്കെ കഴിഞ്ഞ് അയ്യപ്പനെ ഒരു വിശ്രമത്തിനായിട്ട് കൊണ്ടുവന്ന് നിർത്താനായിട്ട് ഉള്ളൊരിതിലായിരുന്നു. അപ്പോൾ അവിടുത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ആഗ്രഹം ആനനെ തൊടണം. അത് എന്ന് വന്നാലും അയ്യപ്പനെ പിള്ളേർക്കും അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആനനെ തൊട്ടില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ എല്ലാരും വന്ന് തുറന്നാണ് നിങ്ങൾ കാണുന്നത്. നാലുമണിയായപ്പോ അയ്യപ്പനെ തലയെക്കെട്ട് കെട്ടാൻ വിളിച്ചു. നമ്മുടെ 2 സാരഥിമാരും കൂടി തലയെക്കെട്ട് കെട്ടണ്. രണ്ടാമനാണ് തലയെക്കെട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതും മൂന്നാമൻ മേലെ തലയെക്കെട്ട് കെട്ടുന്നതും. ഞാനവിടെ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാല് അന്ന് സപ്താഹത്തിന്റെ ഇതില് വിഗ്രഹ ഘോഷയാത്രയുണ്ട്. ആ ഘോഷയാത്ര അയിനിക്കാട്ടമ്പലത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരാം. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അമ്പലം ഇരിക്കുന്നത്. അപ്പോ അവിടേക്ക് നടന്ന് അവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. അവിടെ ചെന്ന് ഭഗവാന്റെ കോലം കയറ്റി തിരിച്ചു വരാനുള്ളൊരു ഇതാണ്. അഞ്ചരായപ്പോ വിഗ്രഹ ഘോഷയാത്ര തുടങ്ങി. അതിന്റെ ഘോഷയാത്രയുടെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. എന്താന്ന് വെച്ചാല് നല്ല മഴയായിരുന്നു. മഴയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ആ ഒരു വീഡിയോസ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. ഘോഷയാത്ര ഒക്കെ മഴ നനഞ്ഞ് ചീഞ്ഞ് അമ്പലത്തിൽ എത്തി. അമേയ കുമാരേശ്വര ഭഗവാന്റെ സന്നിധിയിലെത്തി. സത്യായിട്ട് മനസ്സിലാവണ്ടടാ. നീ എപ്പോ ഇവിടെ എത്തിയ? പോയിന്റ് വിഗ്രഹഘോഷയാത്ര കഴിഞ്ഞ് മഴ തോർന്നപ്പോ ഞങ്ങൾ അയ്യപ്പനെ ഭഗവാനെ തൊഴിച്ച് വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരും കാത്തിരിക്കണേ.